ബോധവൽക്കരണത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പറയുന്ന ഒരു വീഡിയോ ആണിത്. ഇത് കണ്ടോ, ഇതിപ്പോൾ നമ്മൾ കുറേ കണ്ടോ ചേട്ടന്മാർ ദൂരെ കാണാൻ പറ്റുമെന്നറിയില്ല. ഉണ്ടോ ചേട്ടന്മാർ നിന്ന് പാത്തി കോരുവാണ് ആ സ്ഥലങ്ങളിൽ കേട്ടാ. ചേട്ടൻ നിന്നിട്ട് നമുക്ക് ഇതിനകത്ത് കിളച്ച് തരുവാണ് നമ്മുടെ ഗാർഡൻ ഡ്രില്ലർ വെച്ചിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കൂലിച്ചെലവ് വരും. ആ കൂലിച്ചെലവിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഒരുപാട് ലാഭം ഉണ്ടാവും. നമ്മളിപ്പോൾ ഇത് കണ്ടോ, പാവൽ വെള്ളരിയൊക്കെ നട്ട് വെച്ചേക്കുവാണ്. ഇതിപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതാ ഇതിന് രണ്ടിടയ്ക്ക് ഒരു പാത്തിയുണ്ട്, വെള്ളമുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ജോലിക്കൂലിയൊക്കെ നമുക്ക് മുതലായും കൂടെ കിട്ടുണ്ടായോ. ഇപ്പം വന്നിട്ട് ഇതാ പാവലിട്ടേക്കുക. ഈ പാവൽ നമ്മൾ ഇങ്ങനെ നിരത്തി ഓരോ കൂവയ്ക്കിടയിൽ ഇട്ടിട്ട് ഇങ്ങനെ പോവുക. അപ്പോൾ ഈ കവുങ്ങിൻ്റെ ഓരോന്നിൻ്റെ ഇടയ്ക്ക് ഓരോ ഇത് അപ്പുറത്തെ സൈഡിലും സെയിം അതുപോലെ വെക്കും. എന്നിട്ട് ഈ രണ്ട് പാത്തിയിലെയും ഇടയും മേളിലോട്ട് നമ്മൾ പന്തൽ കൊടുക്കാനായിട്ടാണ് ഇങ്ങനെ സൈഡിൽ വരമ്പിലായിട്ട്. അപ്പം അത്യാവശ്യം നല്ല വെയിലും കിട്ടും, കവുങ്ങിന് ദോഷമില്ല. പിന്നെ ഇതിൻ്റെ ഇടവേള കൃഷിയായിട്ട് നമുക്ക് പാവൽ, പയർ, അതുപോലെ കോവൽ, കുക്കുംബർ ഇങ്ങനെ വള്ളി വീശുന്ന ചെടികളെല്ലാം അങ്ങനെ നടാനായിട്ട്. പിന്നെ ഈ തറകളിലെല്ലാം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളക്, തക്കാളി, വെണ്ട, വഴുതന ഇങ്ങനെയുള്ള ക്യാബേജ്, കോളിഫ്ലവർ എല്ലാം നടുക. ഒന്നും വിട്ട് കളയുന്നില്ല. മധുരക്കിഴങ്ങ് ഒരുവിധപ്പെട്ട കിട്ടുന്ന അത്രയും പച്ചക്കറി തൈകൾ നടാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അത്യാവശ്യം നല്ല ഒരു എമൗണ്ടായി നമുക്കിത് ഇത്രയും വൃത്തിയാക്കി എടുക്കാം. ആ എമൗണ്ട് നമുക്കിപ്പോൾ കൂവ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ കൂവയ്ക്കിപ്പോൾ 4 മാസത്തോളം ഇടവേള ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുകയാണ്. കണ്ടോ, ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളിലൂടെ പറയണം. ഇടവേള കൃഷിയായിട്ട് എന്തൊക്കെ വേറെ ചെയ്യാൻ പറ്റുന്നു. ഒരുപാട് അനുഭവങ്ങളുള്ള ഒരുപാട് കർഷകർ ഒരുപാട് പേരുണ്ട്. അപ്പം ഞാൻ ചെറിയൊരു കർഷകയാണ്. എൻ്റെ ചേട്ടൻ എൻ്റെ ഒപ്പം നിൽക്കുന്നത് മാത്രം കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇവരൊക്കെ നല്ല കട്ടിപ്പണി ചെയ്യും. പക്ഷെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൈകളൊക്കെ വീട്ടിൽ വെച്ച് പാവി കിളിപ്പിച്ചിട്ട് ഇതെല്ലാം നട്ട് കൊടുക്കും. ബാക്കിയുള്ള അതിൻ്റെ പരിപാലനം കാര്യമൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. ഇത്രയും കട്ടിപ്പണി കുറേയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ എങ്കിലും ഇവർ ചെയ്യുന്ന പോലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എന്നെക്കൊണ്ടാവും ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഐഡിയാസ് ഇതിനകത്ത് ഇനി എന്തൊക്കെ ആഡ് ചെയ്താൽ നമുക്ക് ലാഭകരമായിട്ട് ഈ ഒരു പ്ലോട്ടിനെ കൊണ്ടുവന്ന് നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് തരിക, പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, ബൈ. ആരെങ്കിലുമൊക്കെ കൃഷി ചെയ്യണം, ചെറിയൊരു ഇൻസ്പിറേഷൻ കിട്ടുന്നെങ്കിൽ അതും ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും ലൈക്ക് ചെയ്യാൻ പറ്റുന്നവരൊക്കെ, ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യണം. ഓക്കെ, ഷെയർ ചെയ്യാനും മറക്കല്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ഓക്കെ, ബൈ.